എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നാരായണത്വ ഭ്രാന്തനെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സൃഷ്ടിച്ച ഒരു ആരാധനാലയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസത്തെ കഥേമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറ വിളയൂർ ഭാഗത്ത് ഇടയായിട്ട് സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മലയെക്കുറിച്ചാണ് ഇന്നത്തെ കഥേമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിനാദ്യം എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആ ആരാധനാലയം അവിടെ നിലനിന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു ഈശ്വര സാന്നിധ്യം പ്രകടമായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ രായിരനെല്ലൂർ എന്ന് വിളിക്കപ്പെടുന്ന ആ മല യഥാർത്ഥത്തിൽ ദുർഗാ ഭഗവതിയുടെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു. അതൊന്നും നാരായണത്വ ഭ്രാന്തന് അറിയില്ലായിരുന്നു എന്നാണ് കഥ. പക്ഷെ അദ്ദേഹത്തെ പോലൊരു മഹാത്മാവിന് അത് അറിയാതിരിക്കില്ലല്ലോ അല്ലേ. എന്തായാലും ഈ മലയുടെ മുകളിലേക്കാണത്രേ എല്ലാ ദിവസവും അദ്ദേഹം വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നതും വൈകിട്ട് അത് താഴേക്ക് തന്നെ തള്ളിയിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പല ആളുകളും ഭ്രാന്തൻ എന്ന പേരിൽ വിളിച്ചിരുന്നത്. അതിനു പുറകിലുള്ള തത്വം എന്താണെന്ന് വരുന്ന അധ്യായങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. എന്തായാലും രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ വലിയ കല്ലുകൾ ഉയരത്തിലേക്ക് തള്ളി കയറ്റുന്നതും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അത് കൈവിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നതും ഈ ദുർഗാ ഭഗവതി അവിടെ ഇരുന്ന് നിരീക്ഷിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം അമ്മയ്ക്കൊരു കൗതുകം തോന്നി, തൻ്റെ മകൻ ഈ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ, ഇതിലൂടെ അവൻ വലിയൊരു കാര്യം ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തൻ്റെ മകനെ ഒന്ന് അനുഗ്രഹിക്കണം എന്നുള്ള ഭാവം ദേവിക്ക് ഉണ്ടായി എന്നാണ്. ഒരിക്കൽ നാരായണത്വ ഭ്രാന്തൻ ഇതുപോലെ വലിയൊരു ഉരുളൻ കല്ല് ആ രായിരനെല്ലൂർ മലയിലേക്ക് ഇങ്ങനെ ഉരുട്ടി കയറ്റി മുകളിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആൽമരത്തിൻ്റെ മുകളിൽ മനോഹരമായിട്ടുള്ളൊരു ഊഞ്ഞാല് കണ്ടു എന്നാണ്. ആ ഊഞ്ഞാലിൽ സർവാലങ്കാര വിഭൂഷിതയായിട്ട് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് നല്ല ചുവന്ന പട്ടുവസ്ത്രം കൊടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള ആഭരണങ്ങളെ തൻ്റെ കാന്തി കൊണ്ട് പോലും നിഷ്പ്രഭാക്കിക്കൊണ്ട് ആ ഭഗവതി ആ ഊഞ്ഞാലിൽ ആടുന്ന ഭാവത്തിലാണത്രേ നാരായണത്വ ഭ്രാന്തന് ദർശനം കൊടുത്തത്. അമ്മയെ കണ്ട ഉടനെ നാരായണത്വ ഭ്രാന്തൻ അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി ചെന്നു. ഭ്രാന്തൻ വരുന്നത് കണ്ട സമയത്ത് ദേവി തൻ്റെ മകൻ ഇപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കാനാണ് ഈ ഓടി വരുന്നത് എന്നുള്ള ഭാവത്തിൽ ദേവി അവിടെ നിന്ന് അങ്ങോട്ടൊരു കളിക്ക് അവിടെ നിന്ന് ഓടി മറഞ്ഞു എന്നുമാണ് സങ്കല്പം. അങ്ങനെ ആ ദേവിയുടെ സാന്നിധ്യം അവസാനമായിട്ടുണ്ടായ ആ ഭാഗത്ത് ദേവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരുന്നു എന്നുമാണ്. ഇന്നും രായിരനെല്ലൂർ മലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു വിഗ്രഹമായിട്ടാണെങ്കിൽ പോലും ആരാധന കൂടുതലുള്ളത് ഈ കാൽപാദങ്ങൾക്കാണ്. അമ്മയുടെ ആ കാലടികളെയാണ് അവിടെ പൂജിക്കുന്നത്. ഇതിന് വിശേഷമായിട്ടൊരു ദിവസമുണ്ട്. അമ്മ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് തൻ്റെ മകന് ദർശനം കൊടുത്തത് ഒരു തുലാമാസം 1-ാം തീയതി ആയിരുന്നു എന്നാണ് വിശ്വാസം. അന്നാണത്രേ നാരായണത്വ ഭ്രാന്തൻ ദുർഗാ ഭഗവതിയെ നേരിട്ട് കണ്ടത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നാരായണത്വ ഭ്രാന്തൻ ചുടലക്കാടിൽ വെച്ചിട്ട് ഭദ്രകാളിയെ കണ്ടതായിട്ട് പറഞ്ഞു. ഈ അധ്യായത്തിൽ നമ്മൾ തുലാമാസം 1-ാം തീയതി നാരായണത്വ ഭ്രാന്തൻ സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ദുർഗയെ തന്നെ കണ്ടതായിട്ട് പറയുന്നു. ഇങ്ങനെ അവധൂത സ്വഭാവത്തിലുള്ള മഹാത്മാക്കളെയൊക്കെ ചെന്ന് അനുഗ്രഹിക്കാൻ പല ദേവതകളും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ദേവതകളൊക്കെ ഈ ഭൂമിയിൽ വന്ന് അവർക്ക് ദർശനം കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിച്ചിരുന്ന മഹാത്മാവിൻ്റെ വലിപ്പം എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നാരായണത്വ ഭ്രാന്തൻ്റെയൊക്കെ നമ്മുടെ മനസ്സിലുള്ള പല ചിന്തകളും മാറി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുലാമാസം 1-ാം തീയതി ഈ മലബാർ പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധിയായിട്ടുള്ള ദേവീ ഭക്തരാണ് അവിടെ എത്തി ഈ മല കയറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വഴിപാട്. മല കയറി ചെന്നാൽ അവിടെ ദുർഗാ ഭഗവതിയുടെ ക്ഷേത്രം കാണാം, അവിടെ നമസ്കരിക്കുക. ഒപ്പം തന്നെ അവിടെ മനോഹരമായിട്ട്, അത് ഈ അടുത്ത കാലത്ത് വന്നതാണെങ്കിൽ പോലും 2 കൈകൾ നീട്ടി അനുഗ്രഹിക്കുന്ന, താഴെ വലിയൊരു ഉരുളൻ പാറക്കല്ലോടുകൂടി നിൽക്കുന്ന രൂപത്തിലുള്ള സാക്ഷാൽ നാരായണത്വ ഭ്രാന്തൻ്റെ ഒരു ശിലയും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ശില്പവും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ തന്നെ ഭഗവതിയുടെ 6-ാമത്തെ കാൽപാദം പതിഞ്ഞ കുഴിയിൽ അവിടെ ഒരു ചെറിയ തീർത്ഥക്കുളം കാണാം. ഏത് കൊടിയ വേനലിലും ആ തീർത്ഥക്കുളത്തിൽ ജലം ഉണ്ടാവും എന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ അനുഭവം. അതിൽ നിന്ന് കിട്ടുന്ന തീർത്ഥമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ രായിരനെല്ലൂർ വെച്ച് ദുർഗാ ഭഗവതി തുലാമാസം 1-ാം തീയതി നാരായണത്വ ഭ്രാന്തന്
ദർശനം കൊടുത്തതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് കേരളത്തിൽ രായിരനെല്ലൂർ മലകയറ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാനം നടക്കുന്നത്. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ ദേവിയെ കാണാം. അറിവിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിയാൽ മാത്രമേ ദേവിയെ കാണാൻ സാധിക്കൂ എന്നാണത്രേ ആ മഹാത്മാവ് യഥാർത്ഥത്തിൽ ആ ലീലയിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ നമുക്കും അറിവിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി സഞ്ചരിക്കാം. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.